ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകാം. അപ്പോൾ ഞാൻ ചെന്നാൽ വീട്ടിലോട്ട് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളങ്ങനെ അധികം അങ്ങനെ വീട്ടിലോട്ട് പോകാറില്ല കേട്ടോ. വേറൊന്നും കൊണ്ടല്ല കേട്ടോ, പോകുന്ന മടിയൊക്കെ ഓർത്ത് എൻ്റെ ഈ വയ്യാരി കാരണമാണ്. അപ്പോൾ ഇന്ന് എന്തായാലും എല്ലാവരും ഓരോ വിശേഷങ്ങൾക്ക് ഓരോരുത്തർ പോകല്ലോ. അപ്പോൾ ഞാൻ ചെന്നാൽ വീട്ടിലോട്ടൊന്നും അങ്ങോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് പോകണം. ഇക്കായില്ല കേട്ടോ. അപ്പോൾ ഇക്ക പണിക്ക് പോയിക്കാണ്. അപ്പോൾ അതിനി നാളെ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും തയ്യാറായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിലാണ്ടാന്ന് വിചാരിച്ച് പോകാമെന്ന്. അപ്പോൾ നമുക്ക് ഓട്ടോ കിട്ടിയില്ല. അപ്പോൾ വിചാരിച്ചെന്നാൽ നടന്ന് കുറച്ചല്ലേ ഉള്ളൂ, നടന്ന് അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നടന്ന് പോകണം. അപ്പോൾ എല്ലാവർക്കും നടന്ന് പോകാം അമ്മീന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പതുക്കെ നടന്നൊക്കെ പോകാമെന്ന് വെച്ചിട്ട് അപ്പോൾ എനിക്ക് നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നാലും നടന്ന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു രസമല്ലേ ഇങ്ങനെയൊക്കെ നടന്ന് പിള്ളേരൊക്കെ ഇട്ട് പോകുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു ഓട്ടോ കാലിയോട്ടോ എന്തെങ്കിലും വരുവാണെങ്കിൽ കയറി പോകാമെന്നുള്ളൊരു ധാരണ കേട്ടോ ഞങ്ങളിങ്ങനെ നടന്ന് ഇങ്ങനെ പോകുന്നത്. അങ്ങനെ ഓരോ വർത്തമാനങ്ങളും ഒക്കെ പറഞ്ഞ് പിണക്കങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വഴിയിലും. അങ്ങനെ പിള്ളേർക്ക് ഞാൻ ഓരോ വഴികളും ഒക്കെ ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പപ്പയുടെ കുടുംബൻ്റെ ഇപ്പുറത്താണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ നടന്ന് ഇങ്ങനെ പോകാനായിട്ടൊക്കെ. പക്ഷേ എനിക്ക് രസം ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിള്ളേരുടെ സന്തോഷമല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ നടന്ന് അങ്ങനെ അഞ്ചാമത് ഞാൻ എല്ലാം അറിയാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ മുന്നിൽ കൂടെ ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് വെള്ളമൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ് പിന്നെ ഹൈവേയിൽ എത്തുമ്പോഴത്തേക്ക് വെള്ളം മേടിച്ചൊക്കെ തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ നടന്ന് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ വാപ്പാടെ കുടുംബത്തെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു പണ്ടൊക്കെ ഉമ്മച്ചി ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ സ്കൂളിൽ പോകുക. പണ്ട് മൊത്തം കാടുമായി പിന്നെ നമുക്കെന്തോ പരിചയം പോലും ഇല്ലാത്ത പോലെ കേട്ടോ. പണ്ടത്തെ പോലത്തെ അല്ലല്ലോ ഇപ്പോഴത്തെ വീടൊക്കെ. അപ്പോൾ ഇടയ്ക്ക് നമ്മളൊരു ഫോട്ടോ എടുത്ത് വെച്ച് കേട്ടോ. ഞാൻ വീഡിയോ ആണെന്നും പറഞ്ഞ് എടുത്ത് വെച്ച് അപ്പോൾ ഫോട്ടോ ആയിപ്പോയി. അപ്പോൾ ഇത് ഞങ്ങളിപ്പോൾ കൊറ്റോളങ്ങരയിൽ ഭാഗത്തെത്തി. അപ്പോൾ റോഡ് കാണാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടന്ന് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഇവനാണെങ്കിൽ ഇവിടെ ഓരോ കോപ്പറങ്ങൾ, അപ്പോൾ വണ്ടി അതൊന്നും ഇല്ലാത്തതുകൊണ്ടൊക്കെ എന്തും കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവനിങ്ങനെ നടന്നു പോകാനുണ്ട്. ഒരു രസമുണ്ടായിരുന്നു അങ്ങനെയൊക്കെ നടന്നൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ ഷോർട്സ് വീഡിയോ ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇവിടേക്ക് ഇങ്ങനെ ഓരോ ചെടികളൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ കൊതി വരുന്നു. അപ്പോൾ അവൻ ചോദിക്കുന്നു ഉമ്മച്ചി ഇതേപോലെ നമുക്കും വെക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അങ്ങനെ നല്ല വെയിലും ഉണ്ട് കേട്ടോ. വെയിലത്ത് ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കൂടെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ചെഞ്ചീറ അവിടെ കൂട്ടുകാരിയുടെ വീടാണ് ഉമ്മി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മളിങ്ങനെ ഒരു കയറ്റമൊക്കെ ഇവിടെ ഇങ്ങനെ കയറിയപ്പോഴത്തേക്ക് തന്നെ ഞാനിങ്ങനെ കുഴഞ്ഞു പോയിട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് ഒരു പറന്നൊരോട്ടം ഞങ്ങളുടെ മുന്നിൽ വന്നെത്തിയത്. കാരണം എന്ന് പറയാൻ ചെഞ്ചീറയുടെ സ്കൂളിൽ കൊണ്ടുപോകുന്ന വണ്ടി ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ആയിക്കയുടെ വീടും ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മളിപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഞങ്ങൾ ആ ഓട്ടോയിൽ കയറി സുഖമായിട്ട് വന്നു. അങ്ങനെ ഞങ്ങളെ വീട്ടിൻ്റെ വാതൊക്കെ കൊണ്ടിറക്കി കേട്ടോ. അപ്പോൾ പടച്ചോൻ തമ്പുരാനല്ലേ ഇത് കുഴഞ്ഞ് ഇങ്ങനെ ഒരു ഓട്ടമെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ കയറിപ്പോകാന്ന് വെച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് അങ്ങനെ ഓട്ടം കിട്ടി. അങ്ങനെ വീട്ടിലൊക്കെ എത്തിയപ്പോഴത്തേക്ക് രജിയില നമുക്ക് നല്ല തണുത്ത നാരങ്ങ വെള്ളമൊക്കെ പിഴിഞ്ഞൊക്കെ തന്നു. അങ്ങനെ കുടിച്ചു. അങ്ങനെ ഞങ്ങൾ ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടി അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പിള്ളേർ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാനിങ്ങനെ ആ ഇരിപ്പ് തന്നെ കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്നു കേട്ടോ. നടന്ന ക്ഷീണവും വന്ന ക്ഷീണവും ഒക്കെ അങ്ങനെ മാറ്റി അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിള്ളേരാണെങ്കിൽ ലുഡുവോ എണിപ്പാമ്പും ഒക്കെ കളിക്കും. അപ്പോൾ അവരെല്ലാവരും ഒത്തുകൂടിയപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കരമായ സന്തോഷം. ഡ്രസ്സ് പോലും മാറാതെ തന്നെ ഓരോന്നൊക്കെ കളിക്കുകയാണ്. അപ്പോൾ രജിയിലെ ഫോണിനകത്ത് എന്തോ കാര്യമായിട്ട് നോക്കുന്നു. ഞാൻ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ വീട് ഫുള്ളായിട്ടൊക്കെ കാണിക്കാം കേട്ടോ. ഒരു ഹോം ടൂർ പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെയൊക്കെ നോക്കിയൊക്കെ നിന്നു. അപ്പോൾ ആ വെയിലത്തട്ട അവരിന്ന് കളിക്കുന്നത് അങ്ങനെ വഴക്ക് പറഞ്ഞൊക്കെ പെരയ്ക്കകത്തോട്ട് കയറ്റി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് TV കാണാൻ അങ്ങോട്ട് കയറി. അപ്പോൾ നജീല അടുക്കളയിൽ എന്തൊക്കെയോ ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചിട്ട് കയറി. അപ്പോൾ അഞ്ചാമത് വന്നൊക്കെ TV ഇട്ടു. അപ്പോൾ നമ്മുടെ ഒരു കേബിൾ ഇല്ലല്ലോ, അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ കൊച്ചു TV ഒക്കെ കാണാനായിട്ട് ഭയങ്കര കൊതിയോ എനിക്ക്. അങ്ങനെ നോക്കിയപ്പം അഞ്ചാതും ഒക്കെ എന്തൊക്കെയോ അവിടെ ചെയ്യുന്നു. അപ്പോൾ ആലിയ അടക്കം മേക്കപ്പ് അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നജീലയെ നോക്കി ചെന്നപ്പോഴത്തേക്ക് നജീല അടുക്കളയിൽ പപ്പടം വറുക്കാനുള്ള തയ്യാറെടുപ്പാണ്. പിള്ളേർക്ക് ചോറ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ കറി എന്തൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ വന്നതാണ്. അപ്പോൾ കറിയൊക്കെ നമുക്ക് നോക്കാം. എന്താണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെഞ്ചീറ എന്തൊക്കെയോ അവിടെ കുരുത്തക്കെട്ട പണികളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഞാനൊന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെന്ന് വീഡിയോ എടുത്ത് സ്റ്റോപ്പ് ചെയ്യാന്നുണ്ട്. പിന്നീട് ചെയ്യോ ചോറും കറിയുടെ വീഡിയോസൊന്നും എടുത്തില്ല, എന്തുവാണെന്ന് നോക്കാമെന്ന് വെച്ചാൽ ഒന്നും കൂടെ പോയി എടുത്തത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പം ഇനിയിപ്പോൾ എന്താണ് ചോറ് നമ്മൾ റേഷൻ അരി ചോറാട്ടോ. അപ്പോൾ ഇവിടെ വില അരി ചോറാട്ടോ വയ്ക്കുന്നത്. അപ്പം
എന്തൊക്കെയോ ചുറ്റിപ്പറഞ്ഞ് ഇങ്ങനെ നോക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെന്താണ് നമ്മൾ ചോറ് കാണിക്കാൻ വിട്ടുപോയി. പിന്നെ നമ്മൾ ചോറുണ്ട്, പിന്നെ അത് കഴിഞ്ഞപ്പോൾ ചൂരക്കറിയാണ് കേട്ടോ, മുളകിട്ട് വെച്ചതാണ്. ആഹാ, അടിപൊളി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പപ്പടമുണ്ട്, പാവയ്ക്ക അച്ചാറുണ്ട്, മാങ്ങ അച്ചാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ നമുക്ക് ഏറ്റവും. പിന്നെ അഞ്ചാതിനുള്ള മോരുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് പേടിയാണ് കേട്ടോ, അവൻ മോരിന് കിടന്ന് വേളുമ്പോൾ മോരൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മോര് ഇവിടെ കാണും കേട്ടോ. അങ്ങനെ അവൾ പറഞ്ഞ് നമ്മൾ ഒഴിച്ചെറി വെച്ചപ്പോൾ ചോദിച്ചിട്ട് മോരില്ലേ, അയ്യോ മോരുണ്ടടി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അവൾ ഇനി അടുത്ത് പപ്പടം പറക്കാൻ പോവുകയാണ് നജീല. അപ്പോൾ എല്ലാവർക്കും വിശപ്പൊക്കെ തുടങ്ങി കേട്ടോ. പിന്നെ ഇപ്പോൾ ഞങ്ങളിനി ചോറൊക്കെ കഴിക്കാമെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. പിന്നെ ഞങ്ങൾ പപ്പടമൊക്കെ വറുത്ത് ഞങ്ങൾ ചോറുണ്ണാൻ പോവാണ് കേട്ടോ. ടാറ്റാ.